ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ചില അസൗകര്യങ്ങൾ കാരണം നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഇംഗ്ലീഷിലെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ഇംഗ്ലീഷിന്റെ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന വാക്കുകൾ എന്തൊക്കെ വിധത്തിലുള്ളതായിരിക്കും, പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് ഒക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറെ പേര് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അവരത് പൂർത്തീകരിച്ചിട്ടുമില്ല. അപ്പൊ എന്തായാലും പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായി നിർബന്ധമായ ഒരു കാര്യമാണ്. നമ്മളൊരു ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ നിർബന്ധമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. ആ വാക്കുകളൊക്കെ പൊതുവെ എല്ലാവരും എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുന്ന വാക്കുകളും ആണ്. അപ്പോ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഓരോ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. വെർബ് എന്ന് പറഞ്ഞ സംഭവം അല്ലെ, വെർബ് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പോ അത് എന്താണെന്നും എങ്ങനെ തരംതിരിക്കാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഈ വെർബ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ വെർബ് തന്നെയാണ്. കാരണം വെർബ് ഉണ്ട് എങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ കമ്മ്യൂണിക്കേഷൻസും നടത്താൻ വേണ്ടി പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ആ വെർബ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, ഈറ്റ് എന്ന് പറഞ്ഞ വെർബ് മാത്രം പറഞ്ഞാൽ ആളുകളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ അത് മതി. പക്ഷെ ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കലി അത്ര ശരിയായ ഒരു കാര്യമൊന്നും അല്ല എങ്കിൽ പോലും അതെന്താണ്, അത് നമുക്കൊരു കാര്യം അവതരിപ്പിക്കാൻ അത് മതിയാകുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആണ് പ്രവൃത്തി ചെയ്യുന്ന ആള്. പ്രവൃത്തി ചെയ്യുന്ന ആളുടെ എണ്ണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തെ നമുക്ക് രണ്ടാക്കി തീർക്കാൻ വേണ്ടി പറ്റും. രണ്ട് വിഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ സിംഗുലാർ, മറ്റൊന്ന് പ്ലൂരൽ. സിംഗുലാർ ആൻഡ് പ്ലൂരൽ. സിംഗുലാർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒന്നായിരിക്കും. അതാണ് സിംഗുലാർ എന്ന് പറയുന്നത്. അപ്പോ അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സിംഗുലാർ ആണ്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഒരാളെ ഉള്ളൂ. അവൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ സിംഗുലാർ ആണ്, അവിടെ ഒരാളെ ഉള്ളൂ. ഇനിയോ ഇപ്പോ അവർ ചെയ്തു എന്ന് പറഞ്ഞാലോ അവിടെ 2 പേരുണ്ടാവും, അല്ലെങ്കിൽ 2-ലധികം പേരുണ്ടാവും. അപ്പൊ എന്താണ്, പ്ലൂരൽ ആവും. ഇനിയോ പിന്നെ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലോ അവിടെ 1-ലധികം ആൾക്കാരുണ്ടാവും, അപ്പോഴും അത് പ്ലൂരൽ ആവും. അപ്പം ഒരാളെ മാത്രമേ ഉള്ളെങ്കിൽ അത് സിംഗുലാർ ആണ്. അത് 2 വാക്കുകളിൽ മാത്രമേ വരുള്ളൂ. ഒന്ന് ഹീയും മറ്റൊന്ന് ഷീയുമാണ്. ഇനി പ്ലൂരൽ എന്ന് പറഞ്ഞാൽ 1-ലധികം ആളുകൾ ചെയ്തു എന്നാണ് വരിക. അപ്പം അതിനകത്ത് എന്താ വരിക, പിന്നെ ദേ എന്ന് പറഞ്ഞാല് അവർ ചെയ്തു എന്നാണ് അർത്ഥം. അതൊരു പ്ലൂരൽ വാക്കാണ്. പിന്നെയോ പിന്നെ ഉള്ളത് നമ്മളെ നമ്മൾ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്ന് വരും. അപ്പോ അത് 1-ലധികം ആൾക്കാരുണ്ടാവും, അതും പ്ലൂരൽ ആയിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് ഏതെങ്കിലും വ്യക്തികളുടെ പേര്. ഇപ്പം രാമു ചെയ്തു അല്ലെങ്കിൽ രാജു ചെയ്തു, അപ്പൊ എത്ര ആൾക്കാരാണുള്ളത്, ഒരാളാണുള്ളത്, അപ്പോഴും അത് സിംഗുലാർ ആവും. എന്നാൽ രാമുവും രാജുവും കൂടി ചെയ്തു എന്ന് വരികയാണെങ്കിലോ അവിടെ 1-ലധികം ആൾക്കാർ ചെയ്യും, അപ്പൊ അത് പ്ലൂരൽ ആവും. ഇപ്പൊ സിംഗുലാറ് പ്ലൂരല്, അവിടെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒന്നാണെങ്കിൽ സിംഗുലാർ ആയിരിക്കും, 1-ലധികം ആണെങ്കിൽ അത് പ്ലൂരൽ ആയിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്ന 99% സ്ഥലത്തും ഈ പിന്നെ അതായത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ പ്ലൂരലിന്റെ ഗണത്തിലാണ് കണക്കാക്കാറുള്ളത്. വളരെ ചെറിയ ഒരു സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യും, അതിനെ സിംഗുലാർ ആയിട്ട് ഗണിക്കും. അല്ലാത്തവർക്കൊക്കെ അത് പ്ലൂരൽ ആയിരിക്കും. ആ ഒരു വ്യത്യസ്തമായ കാര്യം, ആ വ്യത്യസ്തമായ കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക കൂടി ചെയ്താൽ സിംഗുലാറും പ്ലൂരലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി കഴിയും. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ വെർബിന്റെ കാര്യം തന്നെയാണ്. ഈ വെർബിന്റെ കാര്യം നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വെർബിന് എന്തുണ്ട്, 3 ഫോമുകൾ ഉണ്ടാവും. 3 ഫോമുകളിലാണ് വെർബ് ഉണ്ടാവുക. വെർബിന് 3 ഫോം ഉണ്ടാവും. അതൊക്കെ നമുക്ക് എപ്പോഴും പഠിച്ച കാര്യങ്ങളായിരിക്കും, നമ്മുടെ പഠനത്തിൽ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടാവും. V1, V2, V3 എന്നിങ്ങനെ 3 രൂപങ്ങൾ ഉണ്ടാവും. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ അർത്ഥം പിന്നെ അവിടെ എന്താണ്, പിന്നെ ചെയ്യുന്നു എന്ന അർത്ഥം വരിക. അതായത് അത് പിന്നെ എന്ത് ചെയ്യുന്നു, ഈറ്റ് എന്ന് പറഞ്ഞാല് കഴിക്കുന്നു എന്ന് വരും. പിന്നെ
ഈറ്റിന്റെ പിന്നെ V2 V3 പോകുമ്പോൾ അതിന്റെ അർത്ഥം കഴിച്ചു എന്നർത്ഥം വരും. അപ്പം ഇവിടെ പിന്നെന്താണ് വെർബിന്റെ 3 ഫോമുകൾ. ഒന്നാമത്തെ ഫോമിനെ കുറിച്ച് നമുക്ക് പറയാം എന്ത്, അത് പ്രസന്റ് വെർബാണെന്ന് പറയാം. V2 കുറിച്ച് നമുക്ക് പറയാം അത് പാസ്റ്റ് വെർബാണെന്ന്. V3 കുറിച്ച് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ 3 രൂപങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, വെർബ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊരു ഉദാഹരണം നോക്കിയാൽ എന്താണ്, സി ഞാൻ കാണുക എന്നാണ് അർത്ഥം. സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. സേവ് എന്നാണ് അതിന്റെ V2 ഫോം. അതിന്റെ ആ വെർബിന്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് എന്താണ്, സേവ്, SAW. അപ്പൊ അർത്ഥം കണ്ടു എന്നായിരിക്കും. ഇനി ആ അതേ വെർബിന്റെ തന്നെ ഒരു മൂന്നാമത്തെ ഫോം ഉണ്ട്, സീൻ എന്നാണ്. അത് പിന്നെ കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം വരിക. അതായത് ഒന്നാമത്തെ പ്രവൃത്തി കാണുക എന്നാണ്, V2 വരുമ്പോ അതിന്റെ അർത്ഥം കണ്ടു എന്നാണ്, V3 വരുമ്പോഴും അർത്ഥം എന്താണ്, കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അപ്പം V2വിന്റെയും V3യുടെയും അർത്ഥം ഒന്നും മാറുന്നില്ല. പക്ഷെ ഗ്രാമാറ്റിക്കൽ പൊസിഷൻ വരുമ്പോ ചില സ്ഥലത്ത് V2 വെക്കും, ചില സ്ഥലത്ത് V3 ആണ് വെക്കുക എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ വേറെ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാല് മിക്കവാറും ഏകദേശം എല്ലാ വാക്കുകളുടെയും V2 ഫോമും V3 ഫോമും കണ്ടെത്താൻ ഒരു എളുപ്പമാർഗമുണ്ട്. അതായത് എന്താണ്, V1 ഫോമിലേക്ക് നമ്മൾ ഒരു ED ചേർത്ത് കൊടുത്താൽ, ED എന്ന അക്ഷരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ V2 ഫോമും V3 ഫോമും ലഭ്യമാകും. ഉദാഹരണത്തിന് വർക്ക് എന്നുള്ള വാക്ക്, അതിലേക്ക് ഒരു ED ചേർത്ത് വെച്ചാൽ വർക്ക്ഡ് എന്നായി മാറും. അത് അതിന്റെ V2 ഫോമാണ്. ഇനി വർക്ക്ഡിലേക്ക് പിന്നെ ED ചേർത്ത ആ വാക്ക് മൂന്നാമത് എഴുതിയാലും അതെന്താണ്, അതിന്റെ V2 ഫോം ആകുന്നു. ട്രൈ എന്ന വാക്ക്, ട്രൈ പിന്നെ ശ്രമിച്ചു, ട്രൈഡ്, TRIED ചേർത്ത് കൊടുത്താൽ എന്താവും, അത് പിന്നെ അതിന്റെ V2 ഫോം കിട്ടും. ട്രൈഡ് തന്നെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ V3 ഫോം നമുക്ക് ലഭ്യമാകും. യൂസ് എന്നുള്ള വാക്ക്, ഉപയോഗിക്കുക എന്നാണ്. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ V2 ഫോം ആവും, യൂസ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ V3 ഫോം ആവും. അപ്പൊ അങ്ങനെ 2 തരത്തിലുള്ള വാക്കുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചില വാക്കുകൾക്ക് അവരുടെ V2 ഫോമും V3 ഫോമും ലഭ്യമാവാൻ വേണ്ടി നമ്മൾ അതിന്റെ അവസാനത്തിൽ ഒരു ED എന്നീ അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അത്തരം വാക്കുകളുണ്ട്. ഇനി വേറൊരു തരം വാക്കുകളുണ്ട്, അവയുടെ V2 ഫോമും V3 ഫോമും ഇങ്ങനെ ED ചേർത്ത് കൊടുത്താൽ കിട്ടൂല. അത് നമ്മൾ കാണാൻ പഠിച്ചേ പറ്റൂ. അപ്പം ED അവസാനം ചേർത്താൽ എന്ത് കിട്ടുന്ന, അതിന്റെ V2 ഫോമും V3 ഫോമും ലഭ്യമാകുന്ന തരം വാക്കുകളെ കുറിച്ച് നമുക്ക് പറയാം റെഗുലാർ വെർബുകൾ എന്ന് പറയാൻ പറ്റും. റെഗുലാർ വെർബുകൾ. ഇനി ED എന്ന അവസാനം ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ V2 ഫോമും V3 ഫോമും ലഭ്യമാവുകയില്ല എങ്കിൽ അതിനെക്കുറിച്ച് ഇറഗുലാർ വെർബുകൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട ഇറഗുലാർ വെർബുകൾ എഴുതുമ്പോൾ അതിന്റെ എന്ത് ചെയ്യണം, അതിന്റെ V2 ഫോമും V3 ഫോമും നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും, ഒരു 50ഓളം വരുന്ന പിന്നെ ഇറഗുലാർ വെർബുകളെ തരും. അതായത് പിന്നെ V2 ഫോമും V3 ഫോമും ലഭ്യമാവാൻ വേണ്ടി ED ചേർത്ത് കൊടുത്താൽ നടക്കാത്ത തരത്തിലുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ ഒരു 50 ലിസ്റ്റ് തരും. ആ 50 വാക്കുകളിൽ നിന്ന് നമുക്ക് അറിയാവുന്നത് ഒഴിവാക്കി അറിയാത്തതിനൊക്കെ പഠിച്ചെടുക്കുക. അത് നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അത് കാണാതെ പഠിക്കല്ലാതെ വേറൊരു മാർഗവും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന ആ വാക്കുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. നമുക്ക് എപ്പോഴൊക്കെ ഉപയോഗം വരുന്നു അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാക്കുകൾ എടുത്ത് എഴുതിയിട്ട് അതിന്റെ V2 ഫോമും V3 ഫോമും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു കാര്യങ്ങൾ കൂടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഒരു ക്ലാസ്സിൽ പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോ ആ വാക്കുകൾ എല്ലാവരും കാണാതെ പഠിക്കുക. ആ വാക്കുകൾ നമ്മൾ താഴെ നൽകുന്നതായിരിക്കും എന്നറിയിക്കുന്നു.